ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ ഫുട്ബോൾ 26 വന്ന ഉടനെ തന്നെ കൊണാമി നമുക്കായിട്ട് 2 മാനേജേഴ്സിനെ അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. ആ 2 മാനേജേഴ്സിനും കൊണാമി 26 വേർഷനിൽ അവതരിപ്പിച്ചിരിക്കുന്ന നമ്മുടെ ലിങ്ക് അപ്പ് പ്ലേ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഗെയിം കളിച്ചെടുക്കാൻ പറ്റുന്ന നമ്മുടെ റൂബൻ അമോറിമിൻ്റെ ഈ ഒരു മാനേജറാണ്. പുള്ളി ഒരു ഔട്ട് വൈഡ് മാനേജറാണ്. ഔട്ട് വൈഡിൽ പുള്ളിക്കൊരു 89ഓളം പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ കോൺടാക്റ്റിനും അതുപോലെ തന്നെ ലോഫ്റ്റഡ് പാസിനും +1 ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ലിങ്ക് പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അഗ്രസീവ് സെൻറ്ററിംഗ് എന്ന് പറയുന്ന ഒരു ലിങ്ക് പ്ലേ ആണ് വരുന്നത്. അതായത് ക്രോസിങ്ങിനൊക്കെ കുറച്ചും കൂടി അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ലിങ്ക് പ്ലേ ആണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അമോറിമിൻ്റെ ഈ ഒരു മാനേജർ പാക്കിനെ കുറിച്ച് നോക്കാനുള്ളത്. നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുന്നതാണ്. നിങ്ങളെല്ലാവരും എടുത്ത് കളിപ്പിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കോമെൻറ്റ് ചെയ്യുക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു റൂബൻ അമോറിമിൻ്റെയും നമുക്ക് ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ ജോസെ മൊറീനിയോയുടെ ഈ ഒരു മാനേജർ പാക്കിനെ കുറിച്ചുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ഈ 2 മാനേജർ വെച്ചിട്ട് നമ്മൾ കളിച്ചിട്ടുണ്ട്. നമ്മുടെ മൊറീനിയോയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പുള്ളി ഒരു ക്വിക്ക് കൗണ്ടർ മാനേജറാണ്. 89ഓളം പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ക്വിക്ക് കൗണ്ടറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്ക് ഫിസിക്കൽ കോൺടാക്റ്റിന് +1ഉം സ്റ്റാമിനയ്ക്ക് +1ഉം ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മൊറീനിയോയുടെ ലിങ്ക് പ്ലേ നോക്കിക്കഴിഞ്ഞാൽ ഡയഗണൽ ലോങ് പാസ് എന്ന് പറയുന്ന ഒരു ലിങ്ക് പ്ലേ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് സെൻറ്റർ പീസിനെ കൊണ്ട് വിങ്ങിലേക്ക് ഒരു ത്രൂ പാസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് അത് ട്രാപ്പ് ചെയ്യാനും അവിടുന്ന് ഒരു ഷോട്ടും കാര്യങ്ങളൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ പാസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ യൂസ്ഫുൾ ആകുന്ന ഒരു ലിങ്ക് അപ്ലൈയും കാര്യങ്ങളൊക്കെയാണ് മൊറീനിയോയ്ക്ക് വന്നേക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോമെന്റ് ചെയ്യുക. സോ ഈ ഫുട്ബോൾ 26ൽ സ്റ്റാർട്ടിംഗ് തന്നെ കൊണാമി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ 2 മാനേജർ പാക്കും കൊണാമിയുടെ പ്രീമിയം മാനേജർ പാക്ക് അല്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമുക്ക് വ്യക്തമാണ്. കാരണം ഒന്ന് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മൊറീനിയോയുടെ കേസിൽ എനിക്ക് തോന്നുന്നു കോയിൻ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ 100-150 റുപ്പീസിന് കിട്ടുന്ന മാനേജറാണ്. തീർച്ചയായിട്ടും ലിങ്ക് പ്ലേ എന്താണ് അല്ലാന്നുണ്ടെങ്കിൽ കൊണാമി ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന മാനേജർ പാക്ക് ഏത് ടൈപ്പിലാണ്, എങ്ങനെയൊക്കെയാണ് ലിങ്ക് പ്ലേയും കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ തരാൻ വേണ്ടിയിട്ടാണ് ഈ 2 മാനേജർ പാക്കിന് നമുക്ക് അവൈലബിൾ ആക്കി തന്നത്. അതായത് ഈ 2 മാനേജർ പാക്കും എല്ലാ യൂസേഴ്സും തന്നെ എടുക്കുകയും വേണം. എന്താണ് ലിങ്ക് പ്ലേ, എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഗെയിമിൽ വർക്കൗട്ട് ആക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുള്ള കൊണാമിയുടെ ഇൻറ്റൻഷനാണ് ഈ 2 മാനേജർ പാക്കിലൂടെ കൊണാമി ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ 2 മാനേജർ പാക്കും എങ്ങനെ ഗെയിമിൽ നമുക്ക് എഫക്റ്റീവ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കും അത്ര വലിയൊരു പെർഫോമൻസും കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാനൊരു 10ഓളം മാച്ചസ് ഈ 2 മാനേജർ വെച്ചിട്ടും കളിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ മൊറീനിയോയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫൻസും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ആവുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2026 വേർഷനിൽ ഡിഫൻസിൽ പ്രത്യേകിച്ച് മാച്ചപ്പിൻ്റെ കേസിലൊക്കെ നല്ല രീതിയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മാച്ചപ്പിൻ്റെ ഒരു പവറും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും ഒരു ബഗ്ഗോ കാര്യങ്ങളോ ഒന്നുമല്ല. അത് കൊണാമി ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല. കാരണം നമ്മുടെ ഗെയിമിൽ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് കൊണാമി തന്നെ 26 വേർഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം 25 വേർഷനിൽ നമ്മളെല്ലാവരും നമ്മുടെ കാലിൽ നിന്നും ബോൾ പോയ ഉടനെ തന്നെ മാച്ചപ്പ് ചെയ്ത് വെക്കും. ആ ഒരു കാര്യം ചെയ്ത് ബോൾ എങ്ങനെയെങ്കിലും നമ്മുടെ ഡിഫൻഡേഴ്സ് ഇന്റർസെപ്റ്റ് ചെയ്ത് നമുക്ക് ബോൾ വിൻ ചെയ്തായിരുന്നു. ആ ഒരു കാര്യം മാത്രമായിരുന്നു. പക്ഷെങ്കിൽ 26 വേർഷനിൽ നമ്മൾ കുറച്ചും കൂടി ഡിഫൻസിലേക്ക് എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇടേണ്ടി വരും. നമ്മൾ എങ്ങനെയാണ് അറ്റാക്കിങ്ങിൽ എഫേർട്ട് ഇടുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഡിഫൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ ഒരു ഇയറിൽ ചെയ്യേണ്ടി വരും. അത് തീർച്ചയായിട്ടും നമുക്ക് ഡിഫെൻഡ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആദ്യത്തെ കുറച്ച് മാച്ചസിൽ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ബെനിഫിറ്റ് ആയിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും വേണ്ട. അതുകൊണ്ട് തന്നെ ആരും സ്റ്റാർട്ടിങ്ങിലെ 1-2 ഗെയിം കളിച്ച് ഈ ഫുട്ബോൾ 26നെ വിലയിരുത്താതിരിക്കുക. കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ നിങ്ങൾ കളിച്ചാൽ മാത്രമേ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ മൊറീനിയോയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അറ്റാക്കിങ്ങിൻ്റെ കാര്യത്തിൽ വലിയൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഇല്ലാന്നുണ്ടെങ്കിലും ഡിഫൻസിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫൻസും കാര്യങ്ങളൊക്കെ പൊട്ടുന്നുണ്ട്. വളരെ പ്രസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡിഫൻഡേഴ്സ് ഉൾപ്പെടെ നമ്മുടെ സെൻട്രൽ ലൈനിൻ്റെ ആ ഒരു ഭാഗത്തേക്കൊക്കെ എത്തുന്ന രീതിയിലാണ്, ഓട്ടോമാറ്റിക്കലി എത്തുന്ന രീതിയിലാണ് മൊറീനിയോയുടെ ആ ഒരു ഡിഫൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പോണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു ത്രൂ പാസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡിഫൻസും കാര്യങ്ങളൊക്കെ കൊളാപ്സ് ആവുന്ന രീതിയിലാണ് നമ്മുടെ മൊറീനിയോയുടെ ആ ഒരു ഡിഫൻസിൻ്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ അറ്റാക്കിങ്ങിൻ്റെ കേസിലും എനിക്ക് അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഈ ഒരു മാനേജർ പാക്ക് തന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ റൂബൻ അമോറിമിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പുള്ളി ഒരു ഔട്ട് വൈഡ് മാനേജറാണ്. നിങ്ങൾ അത്യാവശ്യം ക്രോസും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ച് അല്ലാന്നുണ്ടെങ്കിൽ ലോങ് ആയിട്ടുള്ള ലോഫ്റ്റഡ് പാസും കാര്യങ്ങളൊക്കെ ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ആവാൻ ഒരു ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ ഒരു ശൈലിയല്ല ഈ ഒരു ലോങ് പാസും അതുപോലെ തന്നെ ക്രോസും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ കളിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് അത്ര വർക്കായിട്ടില്ല ഈ ഒരു മാനേജർ. എന്ത് കഴിഞ്ഞാലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന മാനേജറാണ്. അതുകൊണ്ട് തന്നെ കൊണാമി എത്ര കണ്ട് പവറും കാര്യങ്ങളൊക്കെ ഈ ഒരു മാനേജറൊക്കെ കൊടുക്കും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു എക്സ്പെക്ടേഷനും കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ എങ്ങനെ ഈ ഒരു മാനേജറിനെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിങ്ക് പ്ലേയും കാര്യങ്ങളൊക്കെ ഗെയിമിൽ എങ്ങനെ വർക്ക് ആവുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മാനേജറിനെ വെച്ചിട്ട് ട്രെയിനിങ്ങിലെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ മാച്ചസിലെങ്കിലും നിങ്ങൾ ഇട്ട് കളിപ്പിച്ച് നോക്കി ആ ഒരു കാര്യങ്ങളിലൊക്കെ മാസ്റ്റർ ആവാൻ ശ്രമിക്കുക. കാരണം ഈ ഫുട്ബോൾ 26ൽ എൻറ്റയർ സീസണിൽ നമുക്ക് വരാൻ പോകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കൊണാമി കുറച്ചും കൂടി ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ലിങ്ക് പ്ലേക്ക് ആയിരിക്കും. വരുന്ന പാക്കുകളും അതുപോലെ തന്നെ വരുന്ന മാനേജേഴ്സും ഇതുപോലുള്ള പല വിധത്തിലുള്ള ലിങ്ക് പ്ലേയും
കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ഈ 2 മാനേജർ പാക്കും നിങ്ങൾ സൈൻ ചെയ്യുക. എങ്ങനെയൊക്കെയാണ് ലിങ്ക് അപ്ലൈ വർക്ക് ആവുന്നത്, അതുപോലെ തന്നെ 26 വേർഷനിൽ മാനേജർ പാക്കുകൾ എങ്ങനെ ഗെയിമിനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ 2 മാനേജർ പാക്ക് വെച്ചിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യുക. തീർച്ചയായിട്ടും കൊണാമി വരും ദിവസങ്ങളിൽ തന്നെ 1800 കോയിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ 500 കോയിൻ്റെയോ മാനേജർ പാക്കും കാര്യങ്ങളൊക്കെ ഗെയിമിൽ കൊണ്ടുവരുന്നതായിരിക്കും. അത് തീർച്ചയായിട്ടും ഈ 2 മാനേജർ പാക്കിനേക്കാളും പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും വേണ്ട. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അമോറിമിന്റെ കാര്യത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ വേർത്ത് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് സൈൻ ചെയ്യുക. ആ ഒരു മാനേജർ വെച്ചിട്ട് ഒരു 10ഓളം ഗെയിമെങ്കിലും നിങ്ങൾ കളിച്ചു നോക്കുക. ഒരുപാട് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ലിങ്ക് അപ്ലൈ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക. ഈ 2 മാനേജർ വെച്ചിട്ടും റാങ്ക് പുഷോ അല്ലാന്നുണ്ടെങ്കിൽ ടൂർണമെന്റോ കാര്യങ്ങളോ പങ്കെടുക്കണം എന്നുള്ള കാര്യം ഒരു കാരണവശാലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫൻസും കാര്യങ്ങളൊക്കെ ഈ 2 മാനേജർക്കും പൊട്ടുന്നുണ്ട്. അറ്റാക്കിങ്ങിന്റെ കാര്യത്തിൽ ഓപ്പോണന്റ് ഡിഫൻസും കാര്യങ്ങളൊക്കെ പൊട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെങ്കിൽ ഓവറോൾ ഞാൻ 2 മാനേജേഴ്സിലും സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങൾ എന്ത് കഴിഞ്ഞാലും 2 മാനേജേഴ്സിനും സൈൻ ചെയ്യുക. കാരണം അമോറിം ഓൾറെഡി ഫ്രീ ആണ്. മൊറീനോയുടെ കാര്യത്തിൽ നമുക്ക് ചെറിയ എമൗണ്ട് തന്നെ സൈൻ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കോയിനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേർത്ത് തന്നെയാണ് 2 മാനേജേഴ്സും. പെർഫോമൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കേണ്ട ഒരു ഉദ്ദേശം മാത്രം വെക്കുക. ലിങ്ക് അപ്ലൈ എന്നുള്ള കാര്യം എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നുള്ള കാര്യം ട്രെയിൻ ചെയ്യാൻ മാത്രമായിട്ട് ഈ 2 മാനേജേഴ്സിനെ യൂസ് ചെയ്യുക. വരുന്ന അപ്ഡേറ്റിൽ നല്ല മാനേജേഴ്സ് നമ്മുടെ ലോങ് ബോൾ കൗണ്ടറിലും അതുപോലെ തന്നെ ക്വിക്ക് കൗണ്ടറിലും കൊണാമി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു മാനേജേഴ്സിനെ അപ്പോൾ നന്നായിട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാനേജേഴ്സിനെ ജസ്റ്റ് ഒരു ട്രെയിനി ആയിട്ട് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. സോ വീഡിയോ എൻഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുക ഗൈസ്.